ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ബൈബിൾ പുസ്തകങ്ങൾ കൂടിയുള്ളതായ നമ്മുടെ യാത്രയിൽ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് നമ്മൾ എടുക്കുന്നത് 59ാമത്തെ ലെസണാണ്. അതായത് മത്തായിയുടെ സുവിശേഷം പാർട്ട് 4 ആണ്, 4ാമത്തെ ഭാഗമാണ്. ഇന്നുകൊണ്ട് നമ്മൾ മത്തായിയുടെ സുവിശേഷം അവസാനത്തോളം പഠിച്ച് തീർക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 3 ഭാഗങ്ങൾ കൊണ്ട് മത്തായിയുടെ സുവിശേഷം ആദ്യം മുതൽ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ജനനം, അവൻ്റെ വളർച്ച, അവൻ്റെ പഠിപ്പിക്കലുകൾ ഉള്ളതായ വിഷയങ്ങളൊക്കെ പലതും നമ്മൾ പഠിച്ചു. എന്നാൽ തൻ്റെ ശുശ്രൂഷയുടെ ഒടുവിലത്തെ സമയങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കൂടുതലായിട്ട് വളരെ ഗഹനങ്ങളായ വിഷയങ്ങളാണ്. അതൊന്ന് ഓടിച്ച് ക്രമമായി പഠിക്കുവാനായിട്ടാണ് ഇന്നും നമ്മൾ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മൾ കുടുംബ പ്രാർത്ഥനകളിലൊക്കെ ഓരോ അധ്യായം വായിച്ചതിന് ശേഷമായിട്ട് പലപ്പോഴും ഒരു ഓർഗനൈസ് ചെയ്യാതെയാണ് പലരും വായിക്കുന്നത്. അതുകൊണ്ട് ഒരു തുടർച്ചയായിട്ടുള്ള ഒരു ടച്ച് പലർക്ക് കിട്ടുന്നില്ല എന്നുള്ള വാസ്തവമാണ്. എന്നാൽ ഈ ലെസണുകൾ നമ്മൾ ക്രമമായിട്ട് പഠിക്കുകയാണെങ്കിൽ, നമ്മൾ ബൈബിൾ കൂടെ തുറന്നു വെച്ച് നോക്കുകയാണെങ്കിൽ, തുടർച്ചയായിട്ട് ഒരു അധ്യായത്തിൽ എന്താണ് യേശു പറഞ്ഞത്, പരിശുദ്ധാത്മാവ് എന്താണ് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്, നമ്മളുടെ നേരത്തെയുള്ളതായ മനസ്സിലാക്കലും ഇപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലുള്ളതായ വെളിപ്പാടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എന്ത് വ്യത്യാസമാണ് എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ ഞാൻ ചെയ്യേണ്ടത്, എടുക്കേണ്ടത് മുതലായ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം ഒന്നിച്ച് അല്പസമയം തുടർച്ചയായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് പഠിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ലെസണിൽ നമ്മൾ പഠിക്കുകയുണ്ടായി ശിഷ്യത്വത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് യേശു പഠിപ്പിച്ചതായിട്ട് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അവിടെ പറഞ്ഞിരിക്കുന്നതായ ഒരു വാചകം, അപ്പനേക്കാളും അമ്മയെക്കാളും സഹോദരങ്ങളെക്കാളും യേശുവിൻ്റെ വാക്ക് കൈക്കൊണ്ട് മുന്നോട്ട് വരുന്നവരാണ് യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാർ എന്ന് വളരെ വ്യക്തമായി യേശു പറയുകയുണ്ടായി, പഠിപ്പിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ പലപ്പോഴും അപ്പൻ്റെയോ അമ്മയുടെയോ വാക്കുകൾ കേട്ടുകൊണ്ട് യേശുവിനെ അനുഗമിക്കുവാൻ അവർ തടസ്സമായിട്ട് നിൽക്കുമ്പോൾ അവരുടെ ആ വാക്കുകൾക്ക് ഓവർകം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്ന് യേശുവിനെ അനുഗമിക്കുവാൻ പലർക്കും തടസ്സമായിരിക്കുന്നു. എന്നാൽ ഈ വിഷയം വരുമ്പോൾ അപ്പനേക്കാളും അമ്മയെക്കാളും അധികമായി നമ്മുടെ യേശുവിനെ, നമ്മളുടെ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു എക്സ്ക്യൂസ് പറയുവാൻ നമ്മൾ ആരും മടി കാണിക്കേണ്ടതായ കാര്യമില്ല. അപ്പനെയും അമ്മയെയും കർത്താവിൽ നമ്മൾ അനുസരിക്കണം, അവരെ ബഹുമാനിക്കണം. എന്നാൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നതിന് തടസ്സമായിട്ട് ആരെങ്കിലും നിൽക്കുന്നുവെങ്കിൽ അവരെ ആ കാര്യത്തിൽ അനുസരിക്കണം എന്ന് യേശു നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ഇനിയും 12ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പഴയ നിയമത്തിലെ ദേവാലയത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഭരണകർത്താക്കളായിരുന്ന, അല്ലെങ്കിൽ നിയമങ്ങൾ ഒക്കെ വിശദീകരിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നതായ അവർ, അല്ലെങ്കിൽ വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നതായ പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ യേശുവിൻ്റെ അടുക്കൽ വന്ന് പല ചോദ്യങ്ങൾ ചോദിച്ച് യേശുവിനെ കുടുക്കിലാക്കുവാൻ വേണ്ടി അവർ ശ്രമിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. 12:6 നമ്മൾ നോക്കുമ്പോൾ ശബത്തിൽ യേശു ജോലി ചെയ്തു, അല്ലെങ്കിൽ ഒരാളെ സൗഖ്യമാക്കി, അത് ശബത്ത് നിയമത്തിന് എതിരാണ് എന്നുള്ളതായ ആ ആരോപണം യേശുവിൻ്റെ മേൽ വെച്ചിട്ട് ശബത്തിനെ ലംഘിക്കുന്ന ഒരാളായിട്ട് യേശുവിനെ ചിത്രീകരിക്കുവാൻ അവർ ശ്രമിച്ചു. എന്നാൽ യേശുവിൻ്റെ വാക്ക് അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ ഒരു ചോദ്യം തിരിച്ച് അവരോട് ചോദിക്കുകയാണ്. ശബത്തിൽ നിങ്ങളുടെ ഒരു കാളയോ ഒരു ആടോ ഒരു കിണറ്റിൽ വീണാൽ നിങ്ങളതിനെ രക്ഷിക്കുകയില്ലയോ? അതൊരു ജോലിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് നോവുന്നതായ, നിങ്ങളെ സംബന്ധിക്കുന്നതായ ഒരു കാര്യം വന്നാൽ നിങ്ങളത് ചെയ്യും, അതൊരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല. എന്നാൽ എന്നെ കൊടുക്കുവാൻ വേണ്ടിയാണ് നിങ്ങൾ വന്ന് ഈ ചോദ്യം എന്നോട് ചോദിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം യേശു വ്യക്തമായിട്ട് പറയുന്നു,
ഈ ശബത്തിനേക്കാൾ ഉന്നതനായവൻ, വലിയവനായവൻ ഈ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന യേശുവാണ്, ഞാനാണ്, ദൈവപുത്രനാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നു. പലപ്പോഴും പരീശന്മാരും ശാസ്ത്രിമാരും ഈ പള്ളിഭക്തി കൊണ്ട് മാത്രം ജീവിച്ചതുകൊണ്ട് യാതൊരു ഫലവുമില്ല. പള്ളിയിൽ അധിവസിക്കുന്നവനായ യേശുവിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചെങ്കിൽ മാത്രമേ അവരുടെ ആത്മീയ അഭിവൃദ്ധിക്ക് അത് ഉതകൂ എന്ന് എടുത്തു പറയുന്നതായ വാക്കാണ് ഇത്. ശബത്തിനേക്കാൾ വലിയവൻ യേശുവാണ്, യേശുവിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് നമ്മൾക്ക് ഈ ഭാഗത്തു നിന്നും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് യേശുവില്ലാത്ത ദേവാലയം എന്ന് പറയുന്നത് അതൊരു ദേവാലയമല്ല, വെറും ഒരു കെട്ടിടം മാത്രമാണ്. യേശു ചിലപ്പോൾ വെളിയിൽ നിന്ന് ഞാൻ മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വരും. അപ്പോൾ നമ്മളുടെ ഹൃദയം തന്നെ ഒരു ദേവാലയമാണ്. ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ യേശുവിനെ അകത്തു പ്രവേശിപ്പിച്ച് ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് വേണം നമ്മൾ മുൻപോട്ട് പോകുവാൻ എന്നാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 12:32 വാക്യം നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണം ക്ഷമിക്കയില്ല എന്നുള്ളതായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു. ഇന്ന് പല സഭകളും പരിശുദ്ധാത്മാവിന് ആവശ്യമായ സ്ഥാനം കൊടുക്കാതെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾക്ക് കാണാം. പരിശുദ്ധാത്മാവിനെ കളിയാക്കുന്നു, അന്യഭാഷകളെ കളിയാക്കുന്നു, മുതലായ കാര്യങ്ങൾ, പ്രവചനങ്ങൾ, ഇതൊന്നും ഇല്ല, അതിൽ വിശ്വസിക്കാതെ മുൻപോട്ട് പോകുന്ന സഭകൾ ധാരാളമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം തന്നെ അതൊരു പ്രവചനമാണ്. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ എന്ന് പറയുമ്പോൾ അതൊക്കെ നമ്മൾ വിശ്വസിക്കണം. ഇതിന് യാതൊരുവിധമായ അക്ഷരപ്പിശകും ഇല്ലാത്ത ഒരു പുസ്തകമാണ്, പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതായ പുസ്തകമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളുടെ ഹൃദയത്തിൽ പ്രേരണ തരുമ്പോൾ നമ്മൾ അതനുസരിച്ച് മുൻപോട്ട് പോകുവാനാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് തന്നിരിക്കുന്നത് എന്ന് നമ്മൾ ഓർത്തിരിക്കുകയാണ്. ത്രിയേക ദൈവത്തിൻ്റെ മൂന്നാമത്തെ വ്യക്തിത്വമാണല്ലോ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. പ്രത്യേകാൽ ഈ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ യേശു തമ്പുരാൻ നമ്മളുടെ ദിനംദിനമുള്ളതായ സഹായത്തിനും നടത്തിപ്പിനും ഒരു അഡ്വക്കേറ്റ് എന്നതുപോലെ നമ്മൾക്ക് വേണ്ടി വാദിക്കുവാനും നമ്മളുടെ മധ്യസ്ഥനായി നിൽക്കുവാനും വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മൾക്ക് വേണ്ടി അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധമായ മനസ്സോടും ആത്മാർത്ഥമായ ഹൃദയത്തോടും കൂടെ എൻ്റെ ഹൃദയത്തിലേക്ക് വരണം, എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണം. ആ പരിശുദ്ധാത്മ നിറവോടും ആലോചനയോടും കൂടെ എനിക്ക് മുൻപോട്ട് പോകണം എന്നുള്ള ആഗ്രഹം നമ്മൾക്കുണ്ടെങ്കിൽ കർത്താവ് ആ പെന്തക്കോസ്ത് നാളിൽ ശിഷ്യന്മാരെ നിറച്ചതുപോലെ പുതിയ നമ്മെ സഭയ്ക്ക് വെച്ചിരിക്കുന്ന പരിശുദ്ധാത്മ നിറവും പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും കൃപാവരങ്ങളും തന്ന് നമ്മളെ ദിനംതോറും നടത്തുന്ന കർത്താവാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 12-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 42 വരെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പരീശന്മാർ യേശുവിനോട് വന്ന അടയാളം ചോദിക്കുകയാണ്. പണ്ട് യഹൂദന്മാർക്ക് അടയാളം ഉണ്ടെങ്കിൽ മാത്രമേ ഓരോ കാര്യങ്ങൾ വിശ്വസിക്കുവാൻ എളുപ്പമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ യേശു അവിടെ പറയുന്നു, നിങ്ങൾക്ക് യോനയുടെ അടയാളം കണ്ടാൽ മതി, അത് ആണ് എന്നെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. യോന 3 ദിവസം കടലാനയുടെ വയറ്റിൽ ഇരുന്നത് പോലെ മനുഷ്യപുത്രനും ഈ ഭൂമിയിൽ മരിച്ച് ഭൂമിക്കുള്ളിൽ ആയിരുന്നിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു അടയാളം നിങ്ങൾ കാണും. നിങ്ങൾക്കത് വിശ്വസിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ യോനയിലും വലിയവനായവൻ ഇവിടെയുണ്ട്. യോന ഒരു പ്രവാചകനായിരുന്നു. അവൻ ഒരു രാജ്യത്തെ മുഴുവൻ ഒറ്റ പ്രസംഗം കൊണ്ട് മാനസാന്തരത്തിലേക്ക് നയിച്ചവനാണ്. എന്നാൽ യേശു പറയുന്നു,
യോനായേക്കാളും വലിയവൻ. നിങ്ങൾ യോനായെ ഒരു പ്രവാചകൻ എന്ന നിലയിൽ ജാതീയ രാജ്യത്തിൽ പോയി നിനവയിൽ പോയി പ്രസംഗിച്ച് ആ രാജ്യത്തെ മുഴുവൻ മാനസാന്തരപ്പെടുത്തുവാൻ കഴിവുള്ളതായ പ്രാസംഗികനായ ആ യോനയേക്കാൾ വലിയവനായ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിൽപ്പുണ്ട് എന്നാണ് യേശു തൻ്റെ സ്വന്തം വാക്കുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 12:42 നമ്മൾ നോക്കുമ്പോൾ യേശുവിൻ്റെ വാക്കുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ വലിയ രാജാവുണ്ടല്ലോ, ആ വലിയ ജ്ഞാനിയായ രാജാവ് ശലോമോൻ, എന്നാൽ അവനേക്കാളിലും വലിയവൻ, ശലോമോനേക്കാളും വലിയവനായ കർത്താവ് ഇവിടെ നിങ്ങളുടെ മുമ്പിലുണ്ട് എന്ന് സ്വയമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുന്നതായ കാര്യമാണ് നമ്മൾക്ക് കാണുന്നത്. 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പൂർവന്മാരുടെ സമ്പ്രദായങ്ങൾ നിങ്ങൾ മാറ്റണം, എന്നിട്ട് യേശുവിൻ്റെ വചനത്തിന് നിങ്ങൾ സ്ഥാനം കൊടുക്കണം എന്ന് പറയുന്നു. പൂർവന്മാരുടെ ഓരോരോ സമ്പ്രദായങ്ങളുണ്ട്, അതിന് കൂടുതൽ സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവവചനത്തെ മാറ്റിവെക്കുന്ന ഇവർക്ക് അതിന് ദൈവവചനപ്രകാരമല്ല നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്തണമെന്ന് കഠിനമായിട്ട് യേശു ഈ പരീശന്മാരെയും ഈ ന്യായപ്രമാണം വ്യാഖ്യാനിക്കുന്ന ശാസ്ത്രിമാരെയൊക്കെ കഠിനമായിട്ട് ഉപദേശിക്കുന്നു, ശാസിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 15-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 28 വരെയുള്ളതായ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു സ്റ്റോറി, നമ്മൾക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള സ്റ്റോറിയാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഒരു കനാന്യ സ്ത്രീ, ഒരു ജാതീയ സ്ത്രീ അവിടേക്ക് കടന്നു വരുന്നു. തൻ്റെ മകൾക്ക് ഭൂതബാധം പിടിച്ചിട്ട് ഇവളെ ഇന്ന് സൗഖ്യമാക്കിയിട്ട് മാത്രമേ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ പോകുന്നുള്ളൂ ആ ദൃഢനിശ്ചയത്തോടുകൂടെ. അതാണ് അവളുടെ വിശ്വാസം. ഇവൻ ദൈവപുത്രനാണെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ടാണ് അവൾ യേശുവിൻ്റെ അടുക്കിലേക്ക് എന്നിട്ട് യേശു പറയുന്നുണ്ട്, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്, നിൻ്റെ ആഗ്രഹം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ അവളുടെ വിശ്വാസം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളുടെ ജീവിതത്തിൽ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും എന്ന് പറയുന്നത്. പലപ്പോഴും മനുഷ്യർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ വിശ്വാസം എന്തായാലും ആ വിശ്വാസം എന്നെ രക്ഷിക്കും, എൻ്റെ വിശ്വാസം ഈ കല്ലെന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കല്ലെന്നെ വിശ്വസിക്കും, എൻ്റെ വിശ്വാസം ഈ സൂര്യൻ എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ വിശ്വാസമാണ്, അതെന്നെ രക്ഷിക്കും. അല്ല, അത് തെറ്റാണ് എന്നാണ് ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഈ സ്ത്രീയുടെ വിശ്വാസത്തോടനുബന്ധിച്ച് യേശു പറഞ്ഞതിൻ്റെ കാരണം, അവൾ വരുമ്പോൾ ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്നാണ് പറയുന്നത്. ദാവീദ് പുത്രനായ യേശു ഈ ലോകത്തിലേക്ക് വരുമെന്നുള്ള ദൈവത്തിൻ്റെ വചനമാണ്. യഹൂദന്മാർക്ക് ദൈവം കൊടുത്തതായ ഒരു പ്രോമിസാണ്. അതിൽ വിശ്വസിച്ചുകൊണ്ടാണ് അവൾ മുൻപോട്ട് കടന്നു വന്നിരിക്കുന്നത്. എന്നിട്ട് യേശു ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് അവളുടെ വിശ്വാസത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. മക്കൾക്കുള്ളതായ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല എന്നിവിടെ പറയുമ്പോൾ, കർത്താവെ, നായ്ക്കുട്ടികളും മേശ കീഴിലുള്ളതായ അപ്പം നുറുക്കുകൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, ഇന്ന് ഒരു നായ്ക്കുട്ടിയുടെ സ്ഥാനം മാത്രമുള്ള ഒരു ജാതീയ സ്ത്രീയായി എനിക്ക് നീ അടുക്കിലേക്ക് ഞാൻ വരുമ്പോൾ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, നീ ദൈവപുത്രനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നു, നിൻ്റെ ശരീരം നുറുക്കപ്പെടും, ആ അപ്പം നുറുക്കുകൾ കൊണ്ട് ജീവിക്കപ്പെടുന്ന ജനങ്ങളുടെ കൂട്ടത്തിൽ ആ മേശമേൽ നിന്നും താഴെ വരുന്നതായ ഒരു ചെറിയ കഷണം ആ അപ്പം നുറുക്കിനാൽ എൻ്റെ ജീവിതത്തിലും സൗഖ്യം തരണമേ എന്നുള്ളതായ ആ വിശ്വാസമാണ്. നീ ദൈവപുത്രനാണ്, നിന്നാൽ അത് സാധിക്കും എന്നുള്ളതായ വിശ്വാസമാണ്. ആ വിശ്വാസമാണ് യേശു പറഞ്ഞത്, നിൻ്റെ വിശ്വാസം വലിയത്, നിൻ്റെ ആഗ്രഹം പോലെ നിനക്ക് സാധിക്കട്ടെ എന്ന്. നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവപുത്രനായ യേശുവിൽ നമ്മൾ വിശ്വസിക്കണം. കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് നമ്മളുടെ പാപങ്ങളെ ചുമക്കുവാനാണ്, നമ്മളെ രക്ഷിപ്പാനാണ്, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാനാണ്. അവൻ വീണ്ടും വരുന്നവനാണ്, അവൻ പരിശുദ്ധാത്മാവിനെ നൽകുന്നവനാണ് എന്ന് നമ്മൾ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് ദൈവത്തിൽ നിന്നും അനുഗ്രഹത്തെ പ്രാപിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. അധ്യായം 16 നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് 15 മുതൽ 18 വരെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ സഭയുടെ അടിസ്ഥാനം
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പലപ്പോഴും ജനങ്ങൾ പഠിപ്പിക്കുന്നത് സഭയുടെ അടിസ്ഥാന കല്ലെന്ന് പറയുന്നത് ഒന്നാമത്തെ പോപ്പായിട്ട് അവർ കണക്കാക്കുന്നതായ പത്രോസാണെന്നാണ്. പത്രോസ് ഇനി പാറയാകുന്നു എന്ന് പറഞ്ഞത് ശരിയാണ്. എന്നാൽ ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാകുന്ന ഈ പാറമേൽ എൻ്റെ സഭയെ പണിയും എന്നാണ് അവിടെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എഫേസ്യ ലേഖനത്തിൽ നമ്മൾക്ക് കാണുന്നത് ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ തന്നോട് ചേർത്താണ് ഈ കല്ലുകളായിട്ട് നമ്മളെ ചേർത്ത് ക്രിസ്തു സഭ പണിയുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. നമ്മളെല്ലാവരും ആ പണിയിൽ ഉൾപ്പെട്ടവരാണ്, പണിയിൽ ജാഗ്രത പുലർത്തുന്നവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പണിയിൽ നമ്മൾ എപ്പോഴും ജാഗരൂകരായിരിക്കണം എന്നാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മളെക്കുറിച്ച് പറയുന്നത്. പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ പത്രോസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പത്രോസിന് കിട്ടിയതായ ഏറ്റവും അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പിതാവിനെ കുറിച്ചുള്ളതായ അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ ഒരു വെളിപ്പാടാണ് കിട്ടിയത്. കാരണം നീ ആരാണ്, നീ എന്നെക്കുറിച്ച് എന്തുവെന്ന് പറയുന്നുവെന്ന് ചോദിച്ചപ്പോൾ നീ ദൈവപുത്രൻ ആണ് എന്ന് അവൻ തീർത്ത് പറയുന്നു. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ളതായ വെളിപ്പാട് പത്രോസിന് പലപ്പോഴും നൽകിക്കൊടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പത്രോസിൻ്റെ ജീവിതത്തിലും പലപ്പോഴും പലവിധമായ തോൽവികൾ ഒക്കെ ഉള്ളതായ മനുഷ്യനാണ്, എടുത്തുചാട്ടമൊക്കെ ഉള്ള മനുഷ്യനാണ്. എന്നാൽ അവനെ ദൈവത്തിൻ്റെ കൃപയാൽ നിറച്ച് അവന് വെളിപ്പാട് കൊടുത്ത് അവനെ മുന്നോട്ട് ഇറക്കിയത് കാരണമാണ് ആ അപ്പോസ്തലന്മാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രവർത്തിപ്പാനും ആദ്യത്തെ പെന്തക്കോസ്ത് നാളിൽ തന്നെ 3000-ഓളം ജനങ്ങളെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ച് രക്ഷയിലേക്ക് കൊണ്ടുവരുവാനും അവനെ ഇടയാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്, സ്തോത്രം, പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ സഭയെ പണിയുന്നത് കർത്താവാണ്. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. സാത്താൻ പണിയുന്നതായ ഒരു പാതാള ഗോപുരമുണ്ട്. ആ പാതാള ഗോപുരത്തിലാണ് രക്ഷിക്കപ്പെടാത്ത സകലരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. സാത്താൻ്റെ പിടിയിലാണ്, സാത്താൻ്റെ ചങ്ങലയിലാണ് ആ പാതാള ഗോപുരത്തിലുള്ളവർ. എന്നാൽ ഈ ദിവസങ്ങളിലായി യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിന് ശേഷം സകല ദേശങ്ങളിലും ജാതികളിലും ചെന്ന് സുവിശേഷം അറിയിച്ച് യേശു ഈ ലോകത്തിലേക്ക് വന്ന് ശത്രുവിൻ്റെ കെട്ടിനെ അഴിക്കുവാൻ, സാത്താൻ്റെ കെട്ടിനെ അഴിച്ചിരിക്കുന്നു എന്നുള്ളതായ ആ നല്ല വർത്തമാനം, ഗുഡ് ന്യൂസ് വിളംബരം ചെയ്തുകൊണ്ട് സ്വതന്ത്രരാക്കിക്കൊണ്ടിരിക്കുകയാണ്. അനേകരെ പാതാള ഗോപുരങ്ങളിൽ നിന്നും വെളിയിലേക്ക് കൊണ്ടുവന്ന് ക്രിസ്തുവിൻ്റെ സഭയിലാക്കിക്കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ നല്ല ഇടയനായിട്ട് വാതിൽക്കൽ നിന്നുകൊണ്ട് നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ചിത്രമാണ് ദൈവസഭയെക്കുറിച്ച് നമ്മൾ കാണേണ്ടത്. പ്രൈസ് ലോർഡ്. അല്ലെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മൾ കാണേണ്ടത്. ഇനിയും 19-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇവിടെ കാണുന്നത് ഈ വചനങ്ങളെ പറഞ്ഞ് തീർന്നിട്ട് യേശു ഗലീല വിട്ടു എന്ന് നമുക്ക് കാണുന്നു. നമ്മൾ വേഗം ഓരോ ചാപ്റ്റർ ബൈ ചാപ്റ്ററായിട്ട് മുൻപോട്ട് പോവുകയാണ്. ഓരോ ഭാഗം എടുത്ത് ഓരോ പ്രസംഗങ്ങൾ ചെയ്യുന്നതിനുള്ളതായ അവസരം നമുക്ക് ഇല്ലല്ലോ. ഈ പഠനത്തിൽ നമ്മൾ ഓരോ ബുക്ക് നമ്മൾ എങ്ങനെയാണ് റിവ്യൂ ചെയ്യുന്നത്, പഠിക്കുന്നത്, മനസ്സിലാക്കേണ്ടത് എന്നാണ് പഠിക്കേണ്ടത്. അപ്പോൾ 19-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ വചനങ്ങളെയൊക്കെ ഓരോ വിഷയങ്ങൾ പറഞ്ഞ് തീർന്നിട്ട്, അപ്പോൾ വചനത്തെ പറഞ്ഞു തീർന്നിട്ട് ദൈവത്തിൻ്റെ വചനം പറയുവാൻ വേണ്ടിയാണ് യേശു സമയമെടുത്തത്. അതിന് ഫസ്റ്റ് പ്രയോറിറ്റി ഉണ്ടായിരുന്നു. എന്നിട്ടാണ് അവൻ യേശുവെ ഗലീല വിട്ടത്. അപ്പോൾ ഗലീലായിൽ ദൈവത്തിൻ്റെ വചനം പറയണം, പ്രസംഗിക്കണം, ജനങ്ങളെ മനസ്സിലാക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് ആവശ്യമായ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് യേശു യഹൂദയിൽ നിന്നും യെരുശലേമിലേക്ക് പോകുന്നത്. യെരുശലേമിലേക്ക് ചെന്നിട്ടാണ് തൻ്റെ ആ അന്ത്യമായ ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശാസ്ത്രിമാരാലും പരീശന്മാരാലും വളരെ കഷ്ടങ്ങൾ സഹിക്കണം. അത് മാത്രവുമല്ല, ക്രൂശിൽ
മരിക്കണം, അതിനുവേണ്ടിയാണ് താൻ യെരുശലേമിലേക്ക് പോകുന്നത് എന്ന് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. 19 അധ്യായത്തിൻ്റെ 3 വാക്യം നമ്മൾ കാണുമ്പോൾ, പരീശന്മാർ അടുത്തു വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവരെ പരീക്ഷിച്ച് ചോദിച്ചു എന്ന് നമ്മൾക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അതിൻ്റെ മോശ പറഞ്ഞതായ കാര്യമുണ്ട്. അവരുടെ ഹൃദയം കാഠിന്യം കൊണ്ടാണ് മോശ ഉപേക്ഷണ പത്രം എഴുതി കൊടുക്കുവാനായിട്ട് പറഞ്ഞത് എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഒറിജിനൽ ആൻസർ യേശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദിയിൽ എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പിൽ തന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം അവിടെ ഉണ്ടായിരുന്നു. താൻ ഉണ്ടാക്കിയതായ ആ വ്യവസ്ഥയിൽ, അല്ലെങ്കിൽ ആ കുടുംബം എന്നതായ ആ കാര്യം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്താണ് പറഞ്ഞത്? സൃഷ്ടിച്ചവൻ നമ്മുടെ യേശു കർത്താവ് തന്നെയാണ് സൃഷ്ടിച്ചവൻ. അവൻ മുഖാന്തരം, അവനു വേണ്ടിയാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടത് എന്ന് വേദപുസ്തകത്തിൽ ഉണ്ടല്ലോ. അപ്പോൾ സൃഷ്ടിച്ചവൻ ആദിയിൽ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു. അപ്പോൾ ഈ ലോകത്തിൽ എന്ന് പറയുന്നത് 2 സെക്സ് മാത്രമാണ്. ആണും പെണ്ണുമായിട്ട് ദൈവം അവരെ സൃഷ്ടിച്ചുവെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ സൃഷ്ടിതാവ് തന്നെ പറഞ്ഞിരിക്കുന്നു. അതിന് യാതൊരു മാറ്റവും നമ്മൾ വരുത്തേണ്ടതില്ല. അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അതുകൊണ്ട് അവർ മേലാൽ 2 ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നാണ് ഒരു ഫൈനൽ ആൻസറായിട്ട് നമ്മളുടെ കർത്താവായ യേശു പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഈ വിവാഹം ത്തോടുകൂടെ ഒരു ഭാര്യയും ഭർത്താവും ഒന്നിച്ച് വന്നിട്ട് ഒന്നായിത്തീരുന്നു. എന്നാൽ അവരെ വേർപിരിക്കുവാൻ വേണ്ടി മറ്റ് പല ഘടകങ്ങളും അല്ലെങ്കിൽ പിശാചിൻ്റെ ആലോചനയാൽ നടക്കുന്നുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. അപ്പന്, അമ്മായിമ്മമാർ, അമ്മമാർ മുതലായവർ മക്കളെയും മരുമക്കളെയും ഒക്കെ വേണ്ടവണ്ണം കാണാതെ, ദൈവവചനം യഥാർത്ഥമായി അറിയാതെ, അവരുടെ സ്വാർത്ഥ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി, അവരുടെ അധികാരങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒക്കെ അവരെ വിയോജിപ്പിക്കുന്നതിന് ഒക്കെ ശ്രമിക്കുന്നു എന്നുള്ളൊരു വാസ്തവമാണ്. എന്നാൽ അങ്ങനെ ആരും അവരെ വേർപിരിക്കരുത് എന്നാണ് ദൈവത്തിൻ്റെ ഫൈനൽ ആൻസർ യേശു ക്രിസ്തു പറഞ്ഞത്. ഇനിയും 19 അധ്യായത്തിലേക്ക് നമ്മൾക്ക് കടന്നു വരാം. അവിടെ 16 വാക്യത്തിൽ നമ്മൾക്ക് കാണുന്ന ഒരു ധനികനായ ഒരു പ്രമാണിയെ കാണും. ഞാൻ നിത്യജനെ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നു. ഞാൻ ഈ കൽപ്പനകളൊക്കെ പ്രമാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തൃപ്തിപ്പെടുമ്പോൾ യേശു പറയുകയാണ്, നീ നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവൻ്റെ ആ മാനസിക അവസ്ഥയും അവൻ്റെ തീരുമാനവും ആണ് അടുത്തതായിട്ട് നമ്മൾക്ക് കാണുന്നത്. അധികമായ ധനം ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ ദുഃഖിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. അപ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും യേശുവിനെ ഫോളോ ചെയ്യാമെന്നുള്ളതായ ആഗ്രഹം ഉണ്ട് എങ്കിൽ തന്നെയും അവൻ അധിക ധനമുള്ളതിനാൽ അവൻ ദുഃഖിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. ധനം യേശുവിനെ ഫോളോ ചെയ്യുന്നതിന് അവൻ്റെ ജീവിതത്തിൽ തടസ്സമായിരുന്നു എന്നുള്ളതായ കാര്യം ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ധനമെന്ന് പറയുന്നത് പാപമല്ല. ഇയ്യോബ് ധനികനായിരുന്നു, അതുപോലെ തന്നെ അബ്രഹാം ധനികനായിരുന്നു. എന്നാൽ അതിനൊന്നും അവരുടെ വിശ്വാസത്തെയും ജീവിത വിശുദ്ധിയെയും ദൈവത്തെ ഫോളോ ചെയ്യുന്നതിനുള്ളതായ ആ ആഗ്രഹത്തെയും തടസ്സപ്പെടുത്തിയില്ല എന്നുള്ളതായ കാര്യം നമ്മൾ മനസ്സിലാക്കണം. 20 അധ്യായത്തിൻ്റെ 17 വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ യെരുശലേമിലേക്ക് ചെല്ലുന്നതായ യേശുവിനെയാണ്. അവിടെ യെരുശലേമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ശിഷ്യന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് മുൻകൂട്ടി ഒരു പ്രത്യേക കാര്യം യേശു പറയുകയാണ്. തൻ്റെ ക്രൂശീകരണവും മരണവും ഈ വിധമായിരിക്കും എന്ന് മുൻകൂട്ടി സൂചിപ്പിക്കുന്നു. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വ്യാകുലപ്പെട്ടു പോകരുത്. അതിനു വേണ്ടിയിട്ടാണ് മുൻകൂട്ടി യേശു തൻ്റെ
ക്രൂശീകരണത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും യെരുശലേമിലേക്ക് ചെന്നിട്ട് അവിടെ മുമ്പായിട്ട് അവരെ വിളിച്ച് ഇക്കാര്യം പറയുന്നതായിട്ട് നമ്മൾക്ക് കാണുന്നു. 21 അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നു. തൻ്റെ അവസാന ഘട്ടത്തെ ശുശ്രൂഷ. യേശു ഈ ലോകത്തിലേക്ക് വന്നത് തൻ്റെ ക്രൂശീകരണത്തിലൂടെ ജനങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. ആ ഒരു പരമമായ ശുശ്രൂഷ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി യേശു യെരുശലേമിലേക്ക് ചെല്ലുന്നതായ ആ കാഴ്ചയാണ് 21 അധ്യായത്തിൽ നമ്മൾക്ക് കാണുന്നത്. എന്നിട്ടും അവിടെയും യേശു പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് 22 വാക്യത്തിൽ അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു കല്യാണ വിരുന്നിനെക്കുറിച്ചുള്ളതായ കഥ പറഞ്ഞുകൊണ്ട്, ഉപമ പറഞ്ഞുകൊണ്ട് ഈ ശിഷ്യന്മാർക്കും ജനങ്ങൾക്കും മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിക്കുന്നതാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ പറയുന്നത്, അനേകരെ ക്ഷണിച്ചു ഒരു രാജാവ്, എന്നാൽ ക്ഷണിക്കപ്പെട്ടവരൊന്നും വന്നില്ല. സീറ്റുകളൊക്കെ റെഡിയാക്കി, ആഹാരമെല്ലാം റെഡിയാക്കി, ഡെക്കറേഷൻ എല്ലാം റെഡിയാക്കി, വരുന്നവർക്കെല്ലാം കല്യാണ വസ്ത്രം റെഡിയാക്കി, എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ വന്നില്ല. ഓരോരോ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് അവരുടേതായ നിലത്തിൻ്റെ കാര്യങ്ങളും ആടുമാടുകളുടെ കാര്യങ്ങളും അപ്പനന്മാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് രാജാവിൻ്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടുവെങ്കിലും അവർ വന്നില്ല എന്ന് കാണുന്നു. എന്നിട്ട് 22:9 പറയുന്നത്, ആകയാൽ തൻ്റെ ചേവകരെ അയച്ചു വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെ എല്ലാം കല്യാണത്തിന് ക്ഷണിപ്പീൻ എന്ന് പറയുന്നു. അവിടെ നമ്മൾക്കൊരു പ്രത്യേകമായ ഒരു മെസ്സേജാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മൾക്ക് തരുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. ഈ കല്യാണ വിരുന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് വേണ്ടി നമ്മളെ എല്ലാവരെയും ക്ഷണിച്ചിരിക്കുകയാണ്. അവൻ്റെ ആ കല്യാണ വിരുന്നിൽ അനേക സീറ്റുകൾ ഇപ്പോഴും ധാരാളം ഉണ്ട്. വിളിച്ചവരായ പലരും അതിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്നാൽ ഈ വഴിത്തലയ്ക്കല്ല ഒരു മെസ്സേജ് ഉണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കടന്നു ചെന്നിട്ട് സകലരെയും വിളിപ്പീൻ, എല്ലാവരോടും ഈ സുവിശേഷം അറിയിപ്പീൻ, കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് വരുവീൻ. ഇന്നും ഈ സുവിശേഷം പറയുന്നത്, നീ രക്ഷിക്കപ്പെട്ട് ഈ ദൈവരാജ്യത്തിലേക്ക് കടന്നു വന്നിട്ടില്ല എങ്കിൽ ഈ കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് നിന്നെ ക്ഷണിക്കുകയാണ്. അല്ല എങ്കിൽ വാതിലടച്ചു കഴിഞ്ഞാൽ നിനക്ക് ആ ക്ഷണം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ കല്യാണ വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ കല്യാണത്തിന് പ്രവേശിക്കുക. എല്ലാ വഴിത്തലക്കലുമുള്ളവരോട് നിങ്ങൾ പറയണം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മളുടെ ഈ ലോകത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതെല്ലാം രീതിയിലാണ് ഈ സുവിശേഷം അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, പരിശുദ്ധാത്മാവിനെ നൽകുന്നു, അവൻ രാജാവായിട്ട് വേഗം വരുന്നു, ഒരുങ്ങിക്കൊള്ളുവീൻ അവനെ ചേർപ്പാൻ എന്ന് പറഞ്ഞുകൊണ്ട് ലഘുലേഖകൾ കൊടുക്കുന്നു, പ്രസംഗങ്ങൾ ചെയ്യുന്നു, അതുപോലെ തന്നെ ട്രാക്റ്റുകൾ നമ്മൾ കൊടുക്കുന്നു. ഓരോ മീഡിയയിൽ കൂടെ എല്ലാവർക്കും കഴിയുന്ന രീതിയിൽ പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്യുക. നമ്മളും ഒരാൾക്ക് ഷെയർ ചെയ്താൽ ഈ വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളും അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ്, ഒരാളെ ഹെൽപ്പ് ചെയ്യുകയാണ്. അപ്പോൾ കളിവാക്കും ചിരികളും ഒക്കെ പൊട്ടച്ചൊല്ലൊക്കെ ഷെയർ ചെയ്യുന്നതിന് പകരമായിട്ട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്താൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾക്കും പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോഴും ദൈവരാജ്യത്തിൽ അനേക സീറ്റുണ്ട്. ആ കുഞ്ഞാടിൻ്റെ കല്യാണത്തിൽ അനേകരെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾക്ക് വീണ്ടും ക്ഷണിക്കാം. അവൻ്റെ വരവ് വരെ നമ്മൾക്ക് ക്ഷണിക്കാം എന്നാണ് ഇവിടെ നമ്മൾക്ക് പറയുന്നത്. ചാപ്റ്റർ 24 വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം അന്ത്യകാല ലക്ഷണങ്ങൾ എന്താണെന്ന് ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്. എന്നിട്ട് അവിടെ 2 ഭാഗമായിട്ടാണ് ചോദിക്കുന്നത് ശിഷ്യന്മാരോട്. നിൻ്റെ വരവിനും 24:3 വാക്യം ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്. യെരുശലേം ദേവാലയം നശിച്ചു പോകും എന്നുള്ളതായ കാര്യങ്ങളൊക്കെ അന്ത്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ വ്യക്തമായിട്ട് ചോദിക്കുകയാണ് 2 ഭാഗമായിട്ട്. ഒന്ന്, നിൻ്റെ വരവിന് അടയാളമെന്ത്? നിൻ്റെ വരവിന് നീയും പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ വരവെന്ന് പറയുമ്പോൾ നിൻ്റെ വിശുദ്ധരെ ചേർക്കുവാൻ വേണ്ടി ആകാശമേഘത്തിൽ വരുന്നതായ ഒരു സീക്രട്ട് വരവുണ്ട്. അന്ന്
രക്ഷിക്കപ്പെട്ടവർ മാത്രമാണ് തൻ്റെ കാഹളത്തിൽ എടുക്കപ്പെടുന്നത്. ബാക്കിയുള്ളവർ ഇവിടെ ലെഫ്റ്റ് ഓവറായി തീരും. രണ്ടാമത്തെ കാര്യം അവർ ചോദിക്കുന്നത് ലോകാവസാനത്തിനുള്ള അടയാളമെന്ത്? ഈ നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എല്ലാം ഇരുണ്ടു പോകുന്ന ഒരു കാലം വരുന്നു. ഈ ലോകവും ഈ ഭൂമിയും എല്ലാം തീയ്ക്ക് ഇരയായിത്തീരുന്ന ഒരു കാലം വരുന്നു. അന്ന് ഈ ലോക അവസാനത്തിലുള്ളതായ അടയാളം എന്ത് എന്ന് പറയുന്നു. അപ്പോൾ 24-ന്റെ വാക്യം നമുക്ക് കാണുമ്പോൾ യേശു പറയുകയാണ്, രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂലോകത്തിലൊക്കെയും കർത്താവിൻ്റെ ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടും എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ചില വർഷങ്ങൾ പുറകിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പല ജനങ്ങളും ഭാഷയില്ലാത്തവരായിരുന്നു, അക്ഷരങ്ങളില്ലാത്തവരായിരുന്നു, വിദ്യാഭ്യാസമില്ലാത്തവരായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. എന്നാൽ കർത്താവിൻ്റെ ദാസന്മാരെ പരിശുദ്ധാത്മാവ് സഹായിച്ചുകൊണ്ട് ബൈബിൾ എല്ലാ ഭാഷകളിലും വിവർത്തനം ചെയ്ത് അവരെ മനസ്സിലാക്കുവാനും, അതുപോലെ തന്നെ എത്താത്ത ലോകത്തിൻ്റെ മൂലകളിൽ പോലും നമ്മളുടെ സുവിശേഷകന്മാരെ അയച്ച് ഈ സുവിശേഷം അറിയിക്കുവാനും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മീഡിയയിൽ കൂടെ ഇന്ന് ഫോണുള്ള സകലർക്കും ഈ സുവിശേഷം മനസ്സിലാക്കുവാനും വായിക്കുവാനും കേൾക്കുവാനും ഒക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് 14-ാമത്തെ രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുള്ളിടത്തും ഹിന്ദുക്കളുള്ളിടത്തും മുസ്ലിങ്ങളുള്ളിടത്തും അതുപോലെ തന്നെ ജൈനമതമുള്ളിടത്ത് എന്ന് വേണ്ട ഏത് മതത്തിൽപ്പെട്ടവരും മതമില്ലാത്തവരാണെങ്കിലും അവിടെയെല്ലാം നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷപ്പെടുവിൻ എന്നുള്ളതായ ആഹ്വാനം അവർക്കെല്ലാം കൊടുക്കണം. അതാണ് ദൈവത്തിൻ്റെ ആഹ്വാനം, ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്. അങ്ങനെ ഒരു സമയം ഇപ്പോൾ ഈ മീഡിയയിൽ കൂടെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 24/7 ഏത് വ്യക്തിക്കും ഏത് വിഷയത്തെക്കുറിച്ചും ആത്മീയമായിട്ടുള്ളതായ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ യേശുക്രിസ്തു മുൻകൂട്ടി ഈ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഈ രഹസ്യമായ ഒരു വരവുണ്ട്. അവൻ തൻ്റെ ദൂതന്മാരെ കാഹളധ്വനിയോടുകൂടെ ഇവിടേക്ക് അയക്കും എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. തൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ 6 മുതൽ 6 വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. തെസ്സലോനി ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരും. അത് ആദ്യത്തെ സെക്കൻഡ് കമ്മിങ്ങിൻ്റെ ആദ്യത്തെ പാർട്ടാണ്, രഹസ്യവരവാണ്. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന തൻ്റെ സഭയെ ചേർക്കുവാൻ വേണ്ടിയാണ്. ബാക്കിയുള്ളവർ ഇവിടെ ലെഫ്റ്റ് ചെയ്യും എന്ന് നമ്മൾ പഠിച്ചല്ലോ. പ്രൈസ് ഗോഡ്, സ്തോത്രം. 32-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് യേശു പറയുന്നത്, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അത്തി എന്ന് പറയുന്നത് യഹൂദന്മാരാണ്, യഹൂദനെ ഉദ്ദേശിച്ച് പറയുന്നതാണ്. ഇസ്രായേലിൻ്റെ യഥാസ്ഥാപനത്തെക്കുറിച്ച് അവരെ മനസ്സിലാക്കി അവർ തളർക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. 33-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവൻ വാതിൽക്കലായിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവീൻ, ഈ അത്തി തളർക്കുമ്പോൾ എന്നാണ്. 42-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഉണർന്നിരിപ്പീൻ എന്നാണ് പറയുന്നത്. പലപ്പോഴും ഈ ലോകമയമായ കാര്യങ്ങൾ കൊണ്ട് മയങ്ങി, ഈ ധനത്തിൻ്റെ മയക്കത്തിൽ മയങ്ങി, ലോക ഇമ്പങ്ങളിൽ മയങ്ങി, പാപത്തിൽ മയങ്ങി ജനങ്ങൾ കിടക്കുമ്പോൾ ദൈവമക്കളാകുന്ന നമ്മൾ ഉണർന്നിരിക്കണം എന്നാണ് പറയുന്നത്. 44-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കാണുന്നത് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ എന്നാണ് പറയുന്നത്. തയ്യാറായിട്ടിരിക്കണം. ഏത് സമയം യേശു വന്നാലും ഈ ലോകത്തിൽ നമ്മളുടെ വേരുകളെ ഉറപ്പിച്ച് ഇവിടെ നിന്നും പറഞ്ഞു പോകുവാൻ പ്രയാസമുള്ള യാതൊന്നും നമ്മളുടെ ജീവിതത്തിൽ കാണരുത്. ഏത് സമയത്തും കർത്താവ് വന്നാൽ കർത്താവിനോട് കൂടെ പോകുവാൻ
നമ്മൾ ക്രിസ്ത്യാനികളായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും തയ്യാറായിരിക്കണം എന്നാണ് ഇവിടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനുശേഷമായിട്ട് 25-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ളതായ ഒരു ലെസണാണ്, അല്ലെങ്കിൽ ഒരു ഉപമയാണ് കർത്താവ് നമ്മളെ മനസ്സിലാക്കുവാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. 10 കന്യകമാരുടെ ഉപമ. ബുദ്ധിയുള്ള 5 പേര്, ബുദ്ധിയില്ലാത്ത 5 പേരെയാണ് നമ്മൾക്ക് കാണുന്നത്. എന്നാൽ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന അല്ലെങ്കിൽ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. 10 പേരും കന്യകമാരായിരുന്നല്ലോ, അവർക്ക് എന്ത് പറ്റി? 10 പേരും കന്യകമാരായിരുന്നു. അവർ 10 പേര് ഒരുങ്ങിയിരുന്നവരാണ്. കല്യാണത്തിന് പോകുവാൻ വേണ്ടി, മണവാളനെ കാണുവാൻ വേണ്ടി ഒരുങ്ങിയിരുന്നവരാണ്. 10 പേർക്കും വിളക്കുണ്ടായിരുന്നു, ചെറിയ കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ 10 പേരും ചെറിയ മയക്കത്തിലൊക്കെ പിടിച്ചു എന്ന് നമ്മൾക്ക് കാണാം. വിളക്ക് അവരെ കത്തിച്ചവരാണ്. എന്നാൽ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് 5 പേർ എക്സ്ട്രാ ഓയിൽ ഉള്ളവരായിരുന്നു. അവരുടെ വിളക്കിൽ എണ്ണ തീർന്നാലും അത് നിറച്ചുകൊണ്ട് എല്ലായ്പ്പോഴും ഇരിക്കാനും, കത്തിച്ചാൽ അത് കെട്ടുപോകാതെ വെളിച്ചത്തോടുകൂടെ ഇല്ലുമിനേറ്റ് ചെയ്തുകൊണ്ട് ദൈവവചനത്തെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രത്യാശയെ പുതുക്കിക്കൊണ്ട് ജീവിക്കുന്നവരാണ് ബുദ്ധിയുള്ള 5 കന്യകമാർ. എന്നാൽ മറ്റവർക്ക് എന്തു പറ്റി? ഇതെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ നോക്കുമ്പോൾ പള്ളിയിൽ പോകുമായിരുന്നു, മീറ്റിങ്ങിനൊക്കെ പോകുമായിരുന്നു, സൺഡേ സ്കൂളിനൊക്കെ പോകുമായിരുന്നു, ഇതൊക്കെ റെഡിയായിരുന്നു. എന്നാൽ അവർക്ക് ഒന്നില്ല എന്ന് നമുക്ക് കാണാം. ഓയിലില്ലായിരുന്നു, എക്സ്ട്രാ ഓയിൽ. നമ്മളുടെ കർത്താവ് പ്രോമിസ് ചെയ്തതായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, നമ്മളെ ഓരോ ദിവസവും വഴി നടത്തുന്നതായ ആ പരിശുദ്ധാത്മാവിൻ്റെ ഓയിൽ ഇല്ലാഞ്ഞതിനാൽ ആ 5 പേർ ലെഫ്റ്റ് ഔട്ട് ചെയ്തു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ ഓയിലാണ്, പരിശുദ്ധാത്മാവാണ് നമ്മളെ എംപവർ ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം. അത് ഡൈനാമിക് പവറാണ്. നമ്മളെ ഒരു സ്ഥലത്ത് നിന്നും എടുത്ത് പൊക്കിക്കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുവാൻ കഴിവുള്ള ഉയർപ്പിൻ്റെ വ്യാപാര ശക്തിയാണ് ഈ പവറിലുള്ളത്. ആ പവറാണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്. അത് നമ്മൾ എടുക്കണം. ഒടുവിലായിട്ട് വാതിൽ അടച്ചു എന്ന് നമ്മൾക്ക് കാണാം. ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് സമയമില്ല. എന്നാൽ അതുപോലെ തന്നെ നോഹയുടെ പെട്ടകത്തിൻ്റെ ഒരു സാദൃശ്യവും അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. നോഹ ആ പെട്ടകത്തിൻ്റെ പണി തീരുന്നത് വരെ ജനങ്ങളോട് പ്രസംഗിച്ചു, ഈ പെട്ടകത്തിൽ കടക്കുക, രക്ഷപ്പെടുക, വെള്ളപ്പൊക്കം വരുന്നു, ന്യായവിധി വരുന്നു. എന്നാൽ അവർ കേട്ടില്ല. എന്നാൽ ദൈവശബ്ദം കേട്ടതായ നോഹയും കുടുംബവും പെട്ടകത്തിലായതുകൊണ്ട് പെട്ടകത്തിൽ രക്ഷപ്പെട്ടു. നോഹയുടെ കാലം പോലെയുള്ളതായ ഒരു കാലമായിരിക്കും കർത്താവിൻ്റെ വരവിൽ എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. തിന്നും കുടിച്ചും വിട്ടും വിവാഹത്തിന് കൊടുത്തും കഴിച്ചും പോകുന്നതായ ജനത്തിൻ്റെ മധ്യത്തിൽ ഒരു കൂട്ടം ജനങ്ങൾ കർത്താവിനെ സ്നേഹിച്ചും സേവിച്ചും മുൻപോട്ട് പോകും എന്നാണ് കർത്താവ് ഇവിടെ അതിൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു അവസരം അവർക്ക് ഉടനെ ഇല്ല. പിന്നെ മഹോപദ്രവത്തിൽ കൂടെ കടന്നു പോകണം, പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ കൂടെ കടന്നു പോകണം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 25-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് താലന്തുകളുടെ ഉപമ ആണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ ഉടമസ്ഥൻ വന്നിട്ട് 5 താലന്ത്, 3 താലന്ത്, 2, 1 മുതലായ വിധത്തിൽ താലന്തുകൾ തൻ്റെ ദാസന്മാർക്ക് കൊടുക്കുന്നു എന്ന് നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നു. അവിടെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ദാസന്മാർക്കൊക്കെ ഈ ഉടമസ്ഥനെ കുറിച്ച് ഒരു അറിവുണ്ടായിരുന്നു. ഒരു നല്ല ഉടമസ്ഥനാണ് അവൻ. വരുമ്പോഴത്തേക്കും ഞാൻ വ്യാപാരമൊക്കെ ചെയ്ത് ലാഭമുണ്ടാക്കി അവനെ പ്രസാദിപ്പിച്ച് അവനെ അത് മടക്കി കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തോടെ വിശ്വസ്തരായി ആദ്യത്തെ 3 പേരും ചെയ്തതായിട്ട് നമ്മൾക്ക് കാണുന്നു. അവരെ വിശ്വസ്തനായ ദാസനെ എന്ന് അവർ വിളിക്കുന്നതായിട്ട് കാണുന്നു. എന്നാൽ ഒടുവിലത്തെ മനുഷ്യൻ 1 താലന്ത് കിട്ടിയവൻ തനിക്ക് കിട്ടിയതിൽ വിഷമിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അതിൽ ഇഷ്ടമില്ലാത്തവനായി
കഠിന ഹൃദയനായിട്ട് അവൻ അതുകൊണ്ട് കുഴിച്ചിട്ടതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഉടമസ്ഥൻ വരുമ്പോൾ അത് തിരിച്ചു ചോദിക്കുന്നു, എന്നിട്ട് പറയുന്നു, നീ ഒരു കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു, അതുകൊണ്ട് നീ വരുമ്പോൾ ഇത് ചോദിക്കും, നീ ദേഷ്യപ്പെടും, നീ ഒരു കഠിന മനുഷ്യനായതുകൊണ്ട് ഇതെനിക്ക് തിരിച്ചു തരാണ്, അതുകൊണ്ട് ഞാൻ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറയുന്നത്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നല്ല താലന്തുകൾ ലഭിച്ചവർ നമ്മളുടെ ദൈവത്തെ അല്ലെങ്കിൽ ഉടമസ്ഥനെ ഒരു നല്ല ഉടമസ്ഥനായിട്ട് നമ്മൾ നല്ല ഒരു യജമാനനായിട്ട് കണ്ടു, വിശ്വസ്തനായിട്ട് വർക്ക് ചെയ്തു. എന്നാൽ ഒരു താലന്ത് കിട്ടിയവൻ, അവൻ്റെ മനോഭാവം എന്ന് പറയുന്നത്, ഈ യജമാനൻ കഠിന ഹൃദയനാണ്, അവനുമായിട്ട് യാതൊരു ബന്ധവും എനിക്ക് വേണ്ട, ഞാൻ ആ താലന്ത് കൊണ്ട് കുഴിച്ചിടും, അത് മാത്രമേ അവൻ ചെയ്യുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടിതാവിനെക്കുറിച്ച് നമ്മളുടെ ചിന്ത എന്താണ്? അവൻ വിശ്വസ്തനാണെന്നും അവൻ നല്ലവനാണെന്നും അവൻ സ്നേഹവാനാണെന്നും ഒക്കെയും ഉള്ളതായ ചിന്താഗതി നമ്മൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾക്ക് അവന് വേണ്ടി അധികമായിട്ട് പ്രവർത്തിപ്പാനായിട്ട് സാധിക്കും. എന്നാൽ പലരും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ദൈവത്തിന് എല്ലാവരെയും രക്ഷിച്ചാൽ എന്താണ് കുഴപ്പം? എന്തിനാണ് ചിലരെ അവർ നരകത്തിലേക്ക് വിടുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പാലിക്കേണ്ടത് എന്നൊക്കെയുള്ളതായ ഈ മുട്ടാത്തർക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവനൊരു കഠിന മനുഷ്യനാണ് എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, ഈ ദാസനെ പോലെ ദുഷ്ടനും മടിയനുമായ ദാസനെ എന്നുള്ളതായ വിളി കേൾക്കുവാൻ നമ്മൾക്കാർക്കും ഇടയാകരുത്. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ വിശ്വസ്തയോടെ ഹാർഡ് വർക്ക് ചെയ്ത് പ്രതിഫലം വാങ്ങുവാൻ വേണ്ടി നമ്മൾ മുൻപോട്ട് പോകണമെന്നാണ് കർത്താവ് നമ്മളെ ഇതിൽ കൂടെ പഠിപ്പിച്ചത്. ഇനി 25-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് കർത്താവിൻ്റെ പരസ്യമായ വരവിനെക്കുറിച്ച് അവിടെ പറയുന്നു. അത് തേജസ്സോടെ സകല വിശുദ്ധരുമായി വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കർത്താവിൻ്റെ രണ്ടാമത്തെ പരസ്യമായിട്ടുള്ള വരവാണ്. ആദ്യത്തേത് രഹസ്യമായിട്ട് വിശുദ്ധന്മാർക്ക് അല്ലെങ്കിൽ സഭയെ മാത്രം എടുക്കുന്നുവെങ്കിൽ, രണ്ടാമത് വരുന്നത് 7 വർഷത്തെ കുഞ്ഞാടിൻ്റെ മഹോത്സവ അവിടെ ആചരിച്ചതിന് ശേഷമായിട്ട് 7 വർഷക്കാലം ഈ ഭൂമിയിൽ അന്ത്യക്രിസ്തു വാഴുകയും അതിനുശേഷമായിട്ട് സകല വിശുദ്ധന്മാരുമായിട്ട് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന ഒരു വരവുണ്ട്. അത് കർത്താവിൻ്റെ പരസ്യമായ വരവാണ്. അത് തേജസ്സോടുകൂടിയുള്ള വരവാണ്. അത് സകല ദൂതന്മാരുമായിട്ടുള്ളതായ വരവാണ്. അത് 7 വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നത്. യെരുശലേമിലേക്ക് കടന്നു വന്ന് ആസ്ഥാനമാക്കിക്കൊണ്ട് ഈ ഭൂമിയെ ഭരിക്കുന്ന വേണ്ടിയാണ് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 26-ന്റെ 26-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ കർത്താവിൻ്റെ മേശയുടെ പ്രാധാന്യം ഒക്കെ യേശുവോട് വിവരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ഇപ്പോൾ ഗലീല വിട്ട് യെരുശലേമിലേക്ക് വന്നിരിക്കുകയാണ്. മുൻകൂട്ടി ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ എൻ്റെ കഷ്ടപ്പാടുകൾ ഏറ്റെടുക്കുവാനും പരീശന്മാരും ശാസ്ത്രിമാരാലും ഉപദ്രവിക്കപ്പെടുവാനും നിന്ദകളും പരിഹാസങ്ങളൊക്കെ ഏൽക്കുവാനും കുരിശിൽ മരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ വരുന്നത് എന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 26-27 അധ്യായങ്ങൾ നമുക്ക് കാണാം. പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിൻ്റെ റോമാപ്പടിയാളികളെ സഹായത്തോടുകൂടെ പിടിക്കുന്നതായിട്ട് കാണുന്നു, വിസ്തരിക്കുന്നതായിട്ട് കാണുന്നു, കൊല്ലുവാനായിട്ട് വിധിക്കുന്നു. ക്രൂശീകരണത്തിൻ്റെ വിശദീകരണങ്ങളൊക്കെ അവിടെ കാണുന്നു. അടക്കത്തെക്കുറിച്ചും നമ്മൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 27-ന്റെ 51-ാമത്തെ വാക്യം വായിക്കുമ്പോഴാണ് അവിടെ ചരിത്രപ്രധാനമായ ഒരു കാര്യം കാണുന്നത്. തൻ്റെ പ്രാണനെ യേശു ക്രൂശിൽ വെച്ച് വിട്ടപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽ തൊട്ട് അടിയോളം കീറിപ്പോയി. സാധാരണ കീറുകയാണെങ്കിൽ താഴെ മുതൽ മേളിലോട്ട് വരെയാണ്. എന്ന് പറഞ്ഞാൽ പഴയ നിയമം പരീശന്മാരുടെയും ശാസ്ത്രിമാരും വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്ന പഴയ നിയമം
കല്ലിൽ എഴുതി കൊടുത്തതായ നിയമം, അക്ഷരത്തിൽ എഴുതി കൊടുത്തതായ ആ നിയമം യേശു തൻ്റെ മരണത്തോടുകൂടെ മാറ്റിയിട്ട് ഒരു പുതിയ നിയമം കൊടുത്തു. വിശ്വാസത്താൽ ഹൃദയത്തിൽ എഴുതുന്നതായ നിയമം, കല്ലെഴുതുന്ന നിയമമല്ല, മാംസളമായ ഹൃദയം തന്നിട്ട് അതിൽ എഴുതുന്നതായ ഒരു നിയമമാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ജനങ്ങൾക്ക് പല ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനിയും പഴയ നിയമം വേണ്ടായോ എന്നുള്ള കാര്യം. യേശു ഒരിക്കലും പഴയ നിയമം വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ യേശു പറഞ്ഞത് പഴയ നിയമത്തിൻ്റെ ആ ദാതാവ് യേശു തന്നെയാണ്, ദൈവം തന്നെയാണ്. അവനാണത് എഴുതിയത്. അവൻ അത് നിവർത്തിച്ചു. എങ്ങനെ നിവർത്തിച്ചു? ആ പഴയ നിയമത്തിലെ വ്യവസ്ഥകൾ എല്ലാം തൻ്റെ വരവിൽ, തൻ്റെ ശരീരത്തിൽ തൻ്റെ ജീവൻ കൊടുത്ത്, അങ്ങനെ ആ കുഞ്ഞാട് പാപരഹിതമായ രക്തത്തെ ചൊരിഞ്ഞുകൊണ്ട് പഴയ നിയമത്തെ മുഴുവനായി അത് ഫുൾഫില്ല് ചെയ്തു എന്നാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നിട്ടാണ് ഒരു പുതിയ നിയമം നൽകി കൊടുത്തത്. ആ തിരശീലം മാറ്റി പുരോഹിതന്മാർക്ക് മാത്രം കയറി ചെല്ലുവാനായിട്ടുള്ള അവകാശം, ബാക്കിയുള്ള ജനങ്ങൾക്കെല്ലാം മറ്റ് പ്രാകാരങ്ങളിലും ഒക്കെ നിൽക്കുമ്പോൾ മഹാപുരോഹിതൻ മാത്രം അതിവിശുദ്ധ സ്ഥലത്തേക്ക് വർഷത്തിൽ ഒരിക്കൽ, അതും ചങ്ങലയിട്ടുകൊണ്ട്, എന്തെങ്കിലും ജീവിതത്തിൽ പാളിച്ചകൾ ഉണ്ടെങ്കിൽ അവിടെ മരിച്ചു വീണാൽ അവിടേക്ക് കയറി ചെല്ലുവാൻ ആർക്കും കഴിയുകയില്ല. വലിച്ചെടുക്കുവാൻ വേണ്ടി ഭയത്തോടുകൂടെ ചെല്ലുമ്പോൾ ഇതാ പുതിയ നിയമം യേശു തരികയാണ്. എന്താണ് പറയുന്നത്? ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഭയം കൂടാതെ കൃപാസനത്തോളം അടുത്ത് വന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നതിനുള്ളതായ ആ ഭാഗ്യം നമ്മൾക്ക് നൽകി തന്നു. ഇനി എന്തിനാണ് പഴയ നിയമം പഠിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ രക്ഷയുടെ വഴികൾ നമ്മൾ പഠിക്കണം. പഴയ നിയമത്തിൽ ഇങ്ങനെയായിരുന്നു, ഇതൊക്കെ എങ്ങനെയാണ് ഫുൾഫില്ല് ചെയ്തത്, പ്രവാചകന്മാരൊക്കെ എന്തിനെക്കുറിച്ച് പറഞ്ഞു, യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് എന്ത് പറഞ്ഞു, യേശുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പഴയ നിയമത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് പഴയ നിയമവും പുതിയ നിയമവും നമ്മൾ ഒരുപോലെ പഠിക്കണം. പഴയ നിയമം ഒരു നിഴലാണെങ്കിൽ പുതിയ നിയമം അതിൻ്റെ യഥാർത്ഥമായ കാര്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പുതിയ നിയമത്തിൽ യേശു പറഞ്ഞതായ വാക്കുകൾ നമ്മൾ അധികമായ പ്രാധാന്യം കൊടുക്കണം. നമ്മളുടെ ആരാധനയ്ക്ക് വ്യത്യാസം വരണം. നമ്മൾക്ക് ഒരു മധ്യസ്ഥനെ ഇനി ആവശ്യമില്ല. പരിശുദ്ധാത്മാവാണ് നമ്മളുടെ മധ്യസ്ഥൻ. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടി മഹാപുരോഹിതനായ യേശുവിനോട് ചേർന്ന് നമ്മളെയൊക്കെ പുരോഹിത വർഗമാക്കി തീർത്തിരിക്കുകയാണ്. ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറഞ്ഞാൽ ലേവിക്ക് മാത്രമേ, ലേവി കുടുംബത്തിനല്ല ഗോത്രത്തിന് മാത്രമേ പ്രീസ്റ്റ് ആകുവാൻ, പുരോഹിതന്മാർക്ക് ആകുവാനായിട്ട് അവകാശമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അബ്രഹാമിൻ്റെ സമയത്ത് മെൽക്കിസദേക്ക് എന്ന് പേരുള്ളതായ ഒരു പുരോഹിതനും രാജാവും ആയവനെ അവിടെ കാണാനായിട്ട് സാധിക്കും. ഈ നിയമങ്ങൾ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവന് വംശാവലിയില്ല, ജനനവും മരണവും എഴുതിയിട്ടില്ല എന്ന് പറയുന്നു. അവൻ രാജാവും പുരോഹിതനുമായിരുന്നു. 2 പൊസിഷൻസ് ഒരുപോലെ വഹിക്കുവാൻ അവന് മാത്രമേ അന്ന് പഴയ നിയമത്തിൽ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ മൽക്കിസദേക്കിൻ്റെ ഓർഡറിൽ അതാ യേശുവിനെ കമ്പയർ ചെയ്യുന്നു. ലെവിറ്റിക്കൽ ആ പ്രീസ്റ്റ്ഹുഡിൻ്റെ കൂട്ടത്തിലല്ല, മൽക്കിസദേക്കിനെ പോലെ ആദിയും അന്തവും ഇല്ലാത്തവനായിട്ടുള്ളതായ രാജാവും മഹാപുരോഹിതനുമായിട്ട് അധികാരത്തോടുകൂടെ ഇതാ യേശു കടന്നു വരുന്നു. മഹാപുരോഹിതനാണ് അവൻ, രാജാവാണ്. അവനോട് ചേർന്ന് പുരോഹിത വർഗമായിട്ട് നമ്മൾക്ക് തീർത്തിരിക്കുമ്പോൾ ആ പുതിയ നിയമം നമ്മൾ സന്തോഷപൂർവ്വം ഏറ്റെടുക്കണം. അതിനുള്ള ധൈര്യം നമ്മൾക്ക് വേണം, അതിനുള്ള പ്രാഗൽഭ്യം നമ്മൾക്ക് വേണം. മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല പ്രിയപ്പെട്ടവരെ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ പുതിയ നിയമം കൊടുക്കുന്നതായ, ക്രിയേറ്റ് ചെയ്യുന്നതായ ഒരു സമയമാണ് കാൽവറി ക്രൂശിലെ മരണം.
തൻ്റെ പ്രാണനെ വിട്ടത്. അതുപോലെ തന്നെ ഈ ആലയത്തിലെ തിരശീല മുകൾ തൊട്ട്, മന്ദിരത്തിലെ തിരശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. വിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനം സാധിപ്പിച്ചു. പ്രൈസ് ഗോഡ്. അപ്പോൾ ധൈര്യത്തോടെ നമ്മൾക്ക് പ്രവേശിക്കണം. ഇനിയും 27-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അവിടെ 57-ാമത്തെ വാക്യത്തിൽ ഒരു മനുഷ്യൻ്റെ കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവൻ അരിമത്യക്കാരൻ ജോസഫ് എന്ന യേശുവിൻ്റെ ശിഷ്യനാണ്. അവന് സന്നിധിയും സംഘത്തിലും ഒക്കെ നല്ല ഹോൾഡ് ഉള്ളവനായിരുന്നു. പിലാത്തോസിനോടൊക്കെ അടുത്ത് കടന്നു ചെന്ന് സംസാരിക്കുവാനും ഒക്കെ ഉള്ളതായ അധികാരങ്ങളൊക്കെ അവന് ഉണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാ യേശുവിൻ്റെ ശിഷ്യനായിരുന്ന അരിമത്യക്കാരൻ ജോസഫ്. അവൻ വളരെ ധനികനായിരുന്നു. തനിക്ക് വേണ്ടി ഒരു കല്ലറ പണിതിട്ടുണ്ടായിരുന്നു. എന്നാൽ യേശുവോ ദൈവപുത്രനായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. അവൻ തല ചായ്ക്കുവാൻ സ്ഥലമില്ലായിരുന്നു. സ്വന്തം തോളിൽ തല വെച്ചുകൊണ്ടവൻ മരിച്ചു. ബോട്ട് ആവശ്യമുണ്ടെങ്കിൽ, പടക് ആവശ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടേത് കടം വാങ്ങി താമസിക്കുവാൻ സ്വന്തമായിട്ട് ഭവനമില്ലായിരുന്നു. ഗുഹകളിലും മലകളിലും താമസിച്ചു എന്ന് നമ്മൾ കാണാനായിട്ട് സാധിക്കും. ഒരു ഡോങ്കിയെ വേണമായിരുന്നു. അത് മറ്റുള്ളവരുടെ ഒരു ഡോങ്കിയെ കടം വാങ്ങിക്കാനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ജീവിച്ചതായ യേശു ക്രിസ്തു ദൈവപുത്രൻ ലോകത്തിലേക്ക് വന്നപ്പോൾ, താൻ മരിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ വസ്ത്രങ്ങളെല്ലാം പകുത്തെടുത്തു, രക്തം നമ്മൾക്ക് വേണ്ടി തന്നു. അതുമാത്രവുമല്ല, ഒടുവിലായിട്ട് അടക്കുവാനായിട്ടൊരു സ്ഥലം തനിക്കില്ല. എന്നാൽ ഇതാ മറ്റുള്ള ഒരുവൻ്റെ കല്ലറ കടം വാങ്ങി അവനെ അടക്കുന്നു. അരിമത്യക്കാരൻ ജോസഫിൻ്റെ കല്ലറയിൽ അവനെ വെച്ചു. എന്നാൽ 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. ആ കല്ലറ തിരികെ കൊടുത്തതായിട്ടാണ് നമ്മൾക്ക് കാണുന്നത്. അങ്ങനെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉന്നതങ്ങളെ വിടിഞ്ഞിട്ട് ഏറ്റവും താണ നിലയിൽ എളിയവനായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് നമ്മൾക്ക് വേണ്ടി നമ്മളുടെ രക്ഷ സാക്ഷാത്കരിച്ചത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. ഇവിടെ 27-ാം അധ്യായത്തിൻ്റെ 63-ാമത്തെ വാക്യം കാണുമ്പോൾ, യേശുവിനെ അടക്കിയതിന് ശേഷവും പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ പറയുന്ന വാക്കുകൾ വളരെ ഭയങ്കരമാണ്. പരീശന്മാരും ശാസ്ത്രിമാരും പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്നിട്ട്, യജമാനനെ, ആ ചതിയൻ എന്നാണ് യേശുവിനെ വിളിക്കുന്നത്. അവനെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും അവൻ്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് കല്ലറ ഉറപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് പടയാളികളെയൊക്കെ വീണ്ടും വരുത്തുന്നു, കാവലാക്കുന്നു. കല്ലറ ഉറപ്പാക്കി. എങ്കിൽ തന്നെയും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് 28-ന്റെ 6-ാമത്തെ വാക്യം നമ്മൾ മത്തായിൽ വായിക്കുമ്പോൾ, അവിടെ ഇതാ മറിയ അവിടേക്ക് രാവിലെ കടന്നു വരുന്നു. യേശുവിനെ അടക്കിയ സ്ഥലത്തേക്ക് കാണുവാൻ മറിയയോട് ദൂതൻ, അവൻ ഇവിടെ ഇല്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം നോക്കുമ്പോൾ എംപ്റ്റി ടൂംബായിട്ടാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതാണ് നമ്മളുടെ കർത്താവിൻ്റെ സുപ്പീരിയോറിറ്റി എന്ന് പറയുന്നത്. ലോകത്തിലെ സകല ജാതികളുടെയും അല്ലെങ്കിൽ മത ഗുരുക്കന്മാരും ഈ ലോകത്തിൽ മരിച്ച് മണ്ണടിഞ്ഞ് കല്ലറയിൽ തന്നെ കിടക്കുമ്പോൾ, നമ്മളുടെ കർത്താവായ യേശുനാഥൻ മാത്രമാണ് മരണത്തെ ജയിച്ചവനായിട്ട് ഉയർത്തെഴുന്നേറ്റത് എന്നുള്ളതായ സത്യം നമ്മൾ വിളിച്ചു പറയുമ്പോൾ, അവിടെയാണ് യേശുവിൻ്റെ സുപ്പീരിയോറിറ്റി നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവിൻ്റെ ഉയർപ്പാണ് നമ്മളുടെ വിശ്വാസത്തിൽ വളരെയധികമായിട്ട് പ്രാധാന്യമുള്ളതായ ഒരു കാര്യം. മറ്റുള്ളവരെല്ലാവരും മണ്ണിലുറങ്ങുമ്പോൾ ഇതാ കർത്താവ് സ്വർഗത്തിൽ വസിക്കുന്നു. ഉയർത്തെഴുന്നേറ്റവനായിട്ട് നമ്മളെയും ഉയർപ്പിക്കും. ആ പരിശുദ്ധാത്മാവിനാൽ, യേശുവിനെ ഉയർപ്പിച്ച ആത്മാവ് തന്നെ നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ നമ്മളെയും അവൻ ഉയർപ്പിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാതെ പറഞ്ഞിരിക്കുന്നത്. 28-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 18 മുതലുള്ളതായ വാക്യങ്ങൾ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ. യേശു ഗലീലയിൽ ശിഷ്യന്മാർക്ക് ഹൈ കമാൻഡ് കൊടുക്കുകയാണ്.
പിന്നീട് ഉയർത്തെഴുന്നേറ്റ ശേഷമായിട്ട് ഗലീലയിലാണ് ശിഷ്യന്മാർക്ക് യേശു വെളിപ്പെടുന്നത്. തൻ്റെ സ്വന്തം ദേശമായ ഗലീലയിലേക്ക് വരണം, അവിടെ വെച്ച് നിങ്ങളെ വീണ്ടും കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വീണ്ടും ആ കാര്യങ്ങളൊക്കെ റിക്കളക്ട് ചെയ്തിട്ട് ഗലീലയിലേക്ക് കടന്നു വരുന്നു. എന്നിട്ട് 28-19 വാക്യത്തിൽ ഒരു ഹൈ കമ്മീഷൻ, ഗ്രേറ്റ് കമ്മീഷനാണ് യേശു അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഇതിനിടയിൽ യേശു പല ദിവസങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ശിഷ്യന്മാർക്കും പലർക്കും പ്രത്യക്ഷനായി പല കാര്യങ്ങളൊക്കെ യേശു പിന്നെയും ദൈവരാജ്യത്തെക്കുറിച്ച് മാത്രം പഠിപ്പിച്ചു. ശിഷ്യന്മാർക്ക് മാത്രമാണ് ആ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്ത് ഉയർപ്പിന് ശേഷമുള്ളതായ ദിവസങ്ങൾ ചെലവഴിച്ചത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നിട്ട് 28 അധ്യായം 19 വാക്യത്തിൽ പറയുകയാണ്, ആകയാൽ നിങ്ങൾ പുറപ്പെടണം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ ഉപദേശിച്ചു കൊടുക്കണം. ഒരു ഗുരുവിൻ്റെ കൽപ്പനയാണ്, ഹൈ കമ്മീഷനാണ്, ഗ്രേറ്റ് കമ്മീഷനാണ് ശിഷ്യന്മാർക്കും അവനെ സേവിക്കുന്നവർക്കും ഉള്ളത്. നിങ്ങൾ പുറപ്പെട്ട് പോകണം. എന്നിട്ട് ആരോടാണിത് പറയേണ്ടത്? സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവേൻ, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. ഇവിടെ നിന്ന് ഞാൻ പോയിട്ട് നിങ്ങളെ ഒറ്റയ്ക്ക് വിടുകയല്ല, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് പോകുവീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഹൈ കമാൻഡ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കേട്ടതായ വചനങ്ങളൊക്കെ ഓരോന്നും പരിശുദ്ധാത്മാവ് തരുന്നതായ ആ വെളിപ്പാടോടുകൂടെ നമ്മളുടെ ഹൃദയം ഇല്ലുമിനേറ്റ് ചെയ്തിട്ട് യഥാർത്ഥമായ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും തീരുമാനമെടുക്കുകയും ഡെഡിക്കേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുവാൻ തക്കവണ്ണം ഓരോ ദിവസവും ഉന്നതമായ നിലയിലേക്ക് കാഴ്ചപ്പാടോടുകൂടെ കർത്താവിനോടുകൂടെ അടുത്ത് ജീവിക്കുവാൻ നമ്മൾക്ക് സാധിക്കും എന്നുള്ളതാണ് ദൈവവചനം പഠിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ കർത്താവ് തൻ്റെ സഭയെ പണിയുവാൻ വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അതായിരുന്നു തൻ്റെ ഉന്നതമായ ആ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷമായിട്ട് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതായ ആ കാര്യം ഒന്നുകൂടെ വായിക്കട്ടെ. 28-19 മുതൽ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്, ട്രിനിറ്റിയാണ് ഇവിടെ കാണുന്നത്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം, എന്നിട്ട് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിക്കത്തക്കവണ്ണം ഉപദേശിക്കണം. എന്തെല്ലാം കൽപ്പിച്ചിട്ടുണ്ടോ ആ കൽപ്പനകളെല്ലാം പ്രമാണിക്കണമെന്ന് അവരെ ഉപദേശിക്കണം. എന്നിട്ട് ആരെയും വിടരുത്, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവേൻ, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ യേശു തൻ്റെ സ്വന്തമായ മനുഷ്യ ശരീരമെടുത്ത് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു, തൻ്റെ ശുശ്രൂഷ നിവർത്തിച്ചു. ഒരു മനുഷ്യനായിട്ട് വന്നെങ്കിൽ മാത്രമേ തനിക്ക് മരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു മനുഷ്യ ശരീരം എടുത്ത് ആ ഒരു ഓഫീസ് എടുത്ത് ഈ ലോകത്തിലേക്ക് വന്ന് മനുഷ്യരുടെ രക്ഷ സ്ഥാപിക്കുവാൻ വേണ്ടി. എന്നാൽ പരിശുദ്ധാത്മാവാണ് ഇപ്പോൾ നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മോട് കൂടെ എല്ലായ്പ്പോഴും ഒരു അഡ്വക്കേറ്റായിട്ട് നമ്മളെ ശക്തീകരിക്കുവാൻ, ആലോചനക്കാരനായിട്ടിരിക്കുവാൻ, ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ അത് ഇല്ലുമിനേറ്റ് ചെയ്ത് നമ്മൾക്ക് മനസ്സിലാക്കി തരുവാൻ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നതിനുള്ളതായ ധൈര്യവും പ്രാഗൽഭ്യവും ശക്തിയും നമുക്ക് പകർന്നു തന്ന് ദൈവം മക്കളായിട്ട് നമ്മളെ മുന്നോട്ട് തള്ളിവിടുവാൻ, നമ്മുടെ കരം പിടിച്ചുകൊണ്ട് ഒരു നല്ല സഖിയായിട്ട് നിത്യതയിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ മത്തായിയുടെ സുവിശേഷം യേശുവിൻ്റെ വചനങ്ങളാണ് കൂടുതൽ നമ്മൾ പഠിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യരുടെ വ്യാഖ്യാനങ്ങളൊക്കെ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് യേശുവിൻ്റെ വചനം, യേശുവിൻ്റെ വാക്കുകൾ. അതിന് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കണം. നമ്മൾ ഇത് പഠിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഇത് ഷെയർ ചെയ്യുന്നുവെങ്കിൽ അത് അനുഗ്രഹമായിരിക്കും. കാരണം ദൈവത്തിൻ്റെ വചനം വായിക്കുകയും വായിച്ച് കേൾപ്പിക്കുകയും
പ്രമാണിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാരാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. നമ്മളാൽ കഴിയുന്നത് നമ്മൾക്ക് ചെയ്യുക. പൊട്ടച്ചൊല്ലും കളിവാക്കും ഷെയർ ചെയ്യുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ദൈവത്തിന് വചനം ഷെയർ ചെയ്യുന്നുവെങ്കിൽ അതിന് പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ഉത്സാഹത്തോടുകൂടെ ദൈവവചനം പഠിക്കുവാനും വായിച്ച് കേൾപ്പിക്കുവാനും ഒക്കെ താല്പര്യമുള്ളവരായിരിക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ലെസൺസ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. കാര്യത്തിൽ മറ്റുള്ളവരെയും ഉത്സാഹിപ്പിക്കുക. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.